വഴിയരികിൽ പഥികനായി കാത്തുനിൽക്കും നാഥൻ, വഴിതെറ്റിയാൽ സ്നേഹമോടെ തേടിയെത്തും നാഥൻ. വഴിയരികിൽ പഥികനായി കാത്തുനിൽക്കും നാഥൻ, വഴിതെറ്റിയാൽ സ്നേഹമോടെ തേടിയെത്തും നാഥൻ. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ധ്യാനചിന്തയിലേക്ക് സ്വാഗതം. നമ്മെ പുകഴ്ത്തുന്നവരെ നമുക്ക് ഇഷ്ടമാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പല നേതാക്കന്മാരും അവരുടെ ഉപജാപക വൃന്ദങ്ങളുടെ വാഴ്ത്തുപേട്ട് കേട്ട് ഏകാധിപതികളായി മാറിയ ചരിത്രം നമുക്കറിയാം. അവരുടെ പതനവും നമുക്കറിയാം. തെറ്റുകൾ സംഭവിച്ചാൽ തിരുത്തുന്നതാണ് വിവേകം. ഒരു സോറി പറയാൻ കഴിഞ്ഞാൽ നാം ചെറുതാകുകയല്ല, നിലവാരം ഉയർത്തുകയാണ് ചെയ്യുന്നത്. നമുക്കും ഒരു ചെറുപ്പകാലം ഉണ്ടായിരുന്നല്ലോ. വീഴാതെ ആരും നടക്കാൻ പഠിച്ചിട്ടില്ല. എഴുതുമ്പോൾ അക്ഷരതെറ്റുകൾ വരാം, വായിക്കുമ്പോൾ വരാം. അത് തിരുത്തിയില്ലെങ്കിൽ ആശയങ്ങൾ തന്നെ മാറിപ്പോകും. വായിക്കുമ്പോഴോ പ്രസംഗിക്കുമ്പോഴോ വരുന്ന തെറ്റുകൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അത് ഉൾക്കൊണ്ട് തിരുത്തുന്നതാണ് ഉത്തമം. ശിക്ഷണം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു. സദൃശവാക്യങ്ങൾ 12:1. ദൈവം തന്നെ തിരുത്തണമെന്നാണ് പ്രവാചകനായ യെരമ്യാവ് പ്രാർത്ഥിച്ചത്. യെരമ്യാവ് 10:24. നമ്മുടെ ജീവിതത്തെ ശരിയായ പാതയിൽ നയിക്കുവാൻ ദൈവം തൻ്റെ ജീവനുള്ള വചനത്തെ നമുക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. 2 തിമോഥെയോസ് 3:16. ദൈവവചനം നമ്മെ തിരുത്തുമ്പോൾ അത് അജ്ഞതയിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുവാൻ സഹായിക്കുന്നു. പലപ്പോഴും പലരും അവരുടെ കുടുംബജീവിതം തകരുന്നതിൽ മനം നൊന്ത് കഴിയുന്നുണ്ട്. തീരുമാനമെടുക്കുന്നതെല്ലാം ശരിയാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ആണ് അങ്ങനെ സംഭവിക്കുന്നത്. തെറ്റ് ആര് ചൂണ്ടിക്കാണിച്ചാലും അത് അംഗീകരിക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ തെറ്റ് തിരുത്തി വിജയകരമായ ജീവിതം നയിക്കുവാൻ കഴിയുകയുള്ളൂ. തെറ്റുകൾ വരാതിരിക്കാൻ ദൈവം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തൻ്റെ വഴിപാട് ദൈവം സ്വീകരിക്കാത്തതിൽ കയ്യന് കോപമുണ്ടായി. ദൈവം കയ്യനെ മുന്നറിയിപ്പ് നൽകി. കയ്യനിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല. കയ്യന് ഏറ്റവും കോപമുണ്ടായി. അവൻ്റെ മുഖം വാടി. അപ്പോൾ യഹോവയായ ദൈവം കയ്യനോട്, നീ കോപിക്കുന്നത് എന്തിനെ? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നതെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ? പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. ഉൽപ്പത്തി പുസ്തകം 4-ാം 5-7 വരെയുള്ള വാക്യങ്ങൾ. കയ്യൻ തിരുത്താൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അവൻ സ്വന്തം അനുജനെ കൊല്ലുവാൻ ഇടയായി ലോകത്തിലെ ആദ്യത്തെ കൊലപാതകനായിട്ട് മാറി. ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മെ തിരുത്തുമ്പോൾ അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ വലിയ ദുഃഖത്തിന് ഇരയായിത്തീരും. എബ്രായ കവിയായ ദാവീദ് ഇപ്രകാരം പറയുന്നു, അവിടുത്തെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. സങ്കീർത്തനങ്ങൾ 119:105. തെറ്റ് സംഭവിക്കാം, എന്നാൽ അതിൽ തുടരരുത്. വചനം വായിക്കുക, അത് നമ്മെ ശരിയായ പാതയിൽ നടത്തും. ചിലപ്പോൾ ചില വ്യക്തികളുടെയോ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില സംഭവങ്ങളിലൂടെയോ ദൈവം നമ്മുടെ തെറ്റുകളെ തിരുത്തുവാനുള്ള അവസരം തരും. അത് ബോധ്യപ്പെടുമ്പോൾ തെറ്റ് തിരുത്തുക, ദൈവത്തോട് ക്ഷമ ചോദിക്കുക. മനുഷ്യരോട് ഏതെങ്കിലും കാര്യങ്ങളിൽ ക്ഷമ ചോദിക്കണമെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുക. ദൈവം വിജയകരമായ ജീവിതം നയിപ്പാനായിട്ട് ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.